റിങ്സ് എടുത്തുണ്ട്. അമ്മ ആർക്കും കൊടുക്കരുന്ന് പറഞ്ഞാൽ കിട്ടിയെന്നുണ്ടല്ലോ റിങ്സ് സ്പാനർ എടുക്കാൻ. അയ്യോ നിങ്ങൾ തന്നെ ഓക്കെ അല്ലേ? യെസ്. ചായ കിട്ടിയെങ്കിലേ ഒരു ചായ കുടിച്ചൊരു ഉഷാറിനാണ്. വൈകുന്നേരം ആയതല്ലേ, ഇത്രയും നേരമായി പണി തുടങ്ങിയിട്ട്. എന്നാൽ ഒരു ചായ തരാനുള്ള മനോഭാവം. ഇവിടെ വീട്ടുകാരും ഇല്ലേ? ഉണ്ട്. ആ മാക്കരത്തല്ലേ നേരത്തെ നടന്ന് പോകണുണ്ടല്ലോ. റിജിയെ മഴയ്ക്ക് മുന്നേ തീർക്കണം കേട്ടോ, നടക്കുമല്ലോ. പണി കഴിഞ്ഞാടാ? അടാ പൈസ ഞാൻ കുളിപ്പോ കേട്ടോ. ഓ പൈസ ഒക്കെ എന്താണ്? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അയച്ചാൽ നിങ്ങൾ. ഇപ്പൊ ഇറങ്ങണോ? ആ അമ്മ പോവാന്ന് ഇറങ്ങി. ചായ കുടിച്ചു. ചായ കുഴപ്പമില്ല, ചായ വേണ്ട. പിന്നെ എത്ര നേരം പണിഞ്ഞിട്ട് ചായ കുടിക്കാം. നമ്മൾ പോണായി കുടിച്ചാൽ കുഴപ്പമില്ല. ചായ കുടിച്ചോ, കയറോ. ഇവിടെ വാ. നല്ലൊരു കാര്യം. ആ നീ വാ. 2 ഗ്ലാസ് ചായ എടുത്തേ. ആ ചിക്കൻ്റെ ഇത് കൂട്ടുന്നുണ്ട്, പക്ഷെ ചായ നല്ലതായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഇയാളെല്ലാം ആദ്യം ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത്. എടാ അത് നമ്മൾ അങ്ങനെയാണ്. ഒരാൾ നമ്മുടെ ഒരു കാര്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ വേണ്ടാന്നേ പറയാവൂ. അപ്പോൾ അവരൊക്കെ നമുക്കൊരു മതിപ്പ് തോന്നും നമ്മളോട്. രണ്ടാമത് അവർ ചോദിക്കും, അപ്പോഴും നമ്മൾ വേണ്ട ചെയ്യാം. പക്ഷെ മൂന്നാമത് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയും എന്നാ ആയിക്കോട്ടെ എന്ന് പറയണം. അപ്പം എന്താവും? ഒരു മതിപ്പ്. അവരൊക്കെ നമ്മളൊരു മതിപ്പ് വന്നില്ല, അത് നമ്മൾ എന്നും വെച്ച് പുലർത്തണം. ഇങ്ങനെ കുറേ ഉണ്ട്. ഈ ഐഡിയ ഒക്കെ കിട്ടണ. ഓ കഴിഞ്ഞ ആഴ്ച 50 കഴിച്ചു, അത്ര മൈലേജില്ല. ഞാനേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, കേടായി തോന്നുന്നുണ്ട്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് നീ അല്ലേ പറഞ്ഞ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 വട്ടം വേണ്ടെന്ന് പറയാൻ. തള്ളടാന്ന്. ഓ എടാ നിന്ന് ഒരു മിനിറ്റ്. കോള്. ഹലോ. ആ വേണ്ട. അയ്യോ കുഴപ്പമില്ല, വേണ്ടതേ. വേണ്ട സാറില്ല. ആ ശരി. അയ്യോ നമ്മള് പണി കഴിഞ്ഞ വീട്ടിൽ സാറ് ആള് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു പൈസ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ പൈസ വേണ്ടെന്ന് പറഞ്ഞാ നീ? നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വേണ്ട. എന്റെ പൊന്ന് വണ്ടി തറയത്